അനുഗ്രഹങ്ങൾ എത്രയാണ് പടച്ചവൻ സുബ്ഹാനഹു വ തആല നമുക്ക് വാരി കോരി ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ അനുഗ്രഹങ്ങളെ ഒരു നിലക്കുള്ള കുറവില്ലാതെ കൃത്യമായി നമ്മൾ അനുഭവിച്ചു നിർത്തുകയാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അനുഭവിച്ച് ഒരുപാട് ആഡംബര ജീവിതം നമ്മൾ നിർമ്മിക്കുകയാണ്. പക്ഷേ നമ്മൾ എന്തൊക്കെയോ മറന്നുപോവുകയാണ്. വിശുദ്ധ ഖുർആൻ ചുമക്കുകയാണ്. ഹബീബായ മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖുർആൻ പ്രഖ്യാപിക്കാൻ പറഞ്ഞ പ്രഖ്യാപനം ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും ثم تردون إلى عالم الغيب والشهادة. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തങ്ങൾ പ്രഖ്യാപിക്കണം ഈ സമൂഹത്തോട്. ഖിയാമത്ത് നാൾ വരാനുള്ള ഈ ലോകത്തുള്ള ഇന്ത്യയിലുള്ള കേരളത്തിലുള്ള കോഴിക്കോട് ജില്ലയിലുള്ള കടലുടെ പഞ്ചായത്തിലുള്ള കടലുടെ മഹല്ല് നിവാസികൾ അടക്കമുള്ള എല്ലാവരോടും നമ്മൾ പ്രഖ്യാപിക്കണം. എന്താണ് പ്രഖ്യാപിക്കേണ്ടത്? അതേ മരണം. ലോകത്തെല്ലാവരും തർക്കിക്കാത്ത വിഷയം എന്താണ്? എല്ലാ വിഷയത്തിലും തർക്കം. ഈ ലോകത്തിന്റെ ഒരു സൃഷ്ടാവുണ്ടോ ഇല്ലയോ അതിനെ പറയുന്നത് തർക്കിക്കുക. ചിലർ പറയുന്നത് ഇതിനൊരു ദൈവമുണ്ട്, ഇതിനൊരു കാര്യപ്പെട്ട സൃഷ്ടാവുണ്ട്, ചിലർ ഇല്ല. അങ്ങനെ ദൈവം സ്വന്തമായി വളച്ചതാണ്. അല്ലാഹു ഉണ്ടോ ഇല്ലയോ എന്ന വിഷയത്തിൽ വരെ ലോകം വലിയ തർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ മരണത്തിൽ ഒരാളും പിന്നെ ഇവരെ തർക്കിച്ചിട്ടില്ല. ലോകത്ത് മരണത്തിന്റെ യാഥാർത്ഥ്യതയെ കുറിച്ച് രണ്ടഭിപ്രായം ഉയർന്നു കേട്ട ഒരു നാളും നമുക്ക് കേൾക്കാൻ കഴിയില്ല. അല്ലാഹുവിന്റെ റസൂലിനോട് പറയാൻ അല്ലാഹു തആല കൽപ്പിക്കുകയാണ്, ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു. ഓ മനുഷ്യരേ, മരണത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ? തഫിറൂന മിൻഹു. മരണത്തെ കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ അതിൽ നിന്ന് ഓടിയൊളിക്കുകയാണ്. മരണം കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്ത ബേജാറാണ്. കാരണം എന്താ? ഇപ്പൊ 100ന്റെ ബലത്തിൽ പെട്ടെന്നടിച്ചു പോകുന്നത് വരെ ആളുകളാണ്. ഒരു കണക്കാണ് പഴയ കാലത്തൊക്കെ കുറച്ച് പ്രായ ആളുകളായി കൂടുതലായി മരിച്ചു പോകുന്നത്. അവർക്ക് കുറെ സമയം കിട്ടിയിരുന്ന് തോന്നുക ചെയ്യാം. അവർക്ക് അള്ളാഹുവിനെ എടുക്കാനുള്ള സമയമുണ്ടായിരുന്നു. ഇന്നിപ്പോ എന്താ? ബൈക്ക് ഉഷാറായി ആ ബൈക്ക് അടിച്ച് പൊള്ളിച്ച് അങ്ങ് തിമിർത്ത് നടക്കുകയാണ് വീടുകൾ. അപ്പൊ 100ന്റെ ബൈക്ക് അടിച്ചു പോകുന്നത് പോലെ നിമിഷ നേരം കൊണ്ടല്ലേ ചെറുപ്പക്കാരി ഉണ്ടായിരുന്നത്. ആ മരണത്തെ കുറിച്ച് നിങ്ങൾ എന്റെ ആലോചിക്കാത്തത്? നിങ്ങൾ ഓടിക്കുന്ന ആ മരണമല്ലല്ലോ. തീർച്ചയായും ആ മരണം നിങ്ങളെ വന്ന് പിടികൂടുക തന്നെ ചെയ്യും. അതിന് നമ്മളൊക്കെ മരണത്തിന്റെ ശേഷമാണ് യഥാർത്ഥ ജീവിതം എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പള്ളിയിൽ വിളിക്കുന്നത്, സ്വലാത്തിന് വരുന്നത്, എല്ലാ നല്ല വളരെ നമ്മൾ ഒരുമിച്ച് കൂടുന്നത്. പിന്നീട് ഈ ലോകത്തെ ദൃശ്യവും അദൃശ്യവും അറിയുന്നവനായ നാഥനായ ഹാരിക്കായ അള്ളാഹുവിലേക്കാണ് നിങ്ങളെ മടങ്ങിച്ചെല്ലാനുള്ളത് എന്ന താക്കീത് നബിയെ എല്ലാവരോടും നമ്മൾ കൊടുക്കണം. എല്ലാവരും നമ്മൾ പ്രഖ്യാപിക്കണമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞവരോട് അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, നമ്മളൊക്കെ മരിക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചതുപോലെ കൽപ്പിച്ച കൽപ്പനകളെ 10-1 നിർവഹിക്കാനുള്ള ഒരു ഉൾപ്പെടനമായ ആഗ്രഹം നമ്മുടെ മനസ്സിൽ നിന്നുണ്ടായിട്ടാണ് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താ? മരിക്കുന്നു, പോകുന്നു, നാളെ കബറിൽ കടന്നു കളി നമ്മുടെ അവസ്ഥ നടത്തുന്നതാണ്. അതുകൊണ്ട് 10-1 ഉത്സാഹത്തിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും അള്ളാന്റെ ദീനിന് വേണ്ടി ചെയ്യാൻ കഴിയണം. അടച്ചവരുടെ പൊരുത്തം അത് നേടിയെടുക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയണമെന്ന് നമ്മൾ വാശി പിടിക്കുക. അതിനുവേണ്ടി എന്താ ചെയ്യാൻ കഴിയുന്നത്? പ്രത്യേകിച്ച് ഈ മഹലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സൗകര്യമാണ്. ഞാൻ പലപ്പോഴും പറയുന്നത് പോലെ കേരളത്തിൽ ഇതുപോലെ ചരിത്രഹിതമായ മഹല്ല് അക്ഷരാർത്ഥത്തിൽ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം കേരളത്തിലെ അല്ലെങ്കിൽ എന്തെങ്കിലും ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ തയ്യാറെടുപ്പുള്ള പണ്ഡിതന്മാർ അന്നിരാജ ഈ ലോകത്തിനെ തിളങ്ങി വിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ഒരു നസീഹത്ത് കേൾക്കാൻ വേണ്ടി ആളുകൾ വെമ്പലുകൊണ്ടിരിക്കുകയാണ്. അതേപ്രകാരം അവരുടെ സഹോദരന്മാർ
ദീനി ഇസ്ലാമിക നവജാഗരണ രംഗത്ത് പ്രബോധന രംഗത്ത് പ്രോത്സാഹിക്കുന്ന വെള്ളി നക്ഷത്രങ്ങളായി പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള മഹാന്മാരുടെ സാന്നിധ്യം തീർച്ചയായും നമ്മുടെ മഹലിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് ഞാൻ നിങ്ങളും ഓരോരുത്തരും മനസ്സിലാക്കുക. ഇവിടെ ഈ കടലിലേക്ക് വരുന്നവരിന് മുമ്പ് 5 തവണ ഈ സ്വലാത്തിൽ പങ്കെടുക്കാനും 5 തവണ പ്രസംഗിക്കാനും കഴിഞ്ഞവനാണ് സാധുവായി അൽഹംദുലില്ലാഹ്. അതൊക്കെ സ്വലാത്തിന്റെ മജ്‌ലിസിൽ വന്ന് പ്രസംഗിക്കുന്ന സമയത്ത് പള്ളികൾ നിറഞ്ഞു കഴിഞ്ഞിട്ടുള്ള പുറത്തെ പള്ളിയിലേക്ക് ആളുകൾ തിങ്ങിയിട്ട് അവിടെ നിന്ന് തങ്ങളവരുടെ ആളുകളെ ഉള്ളിലേക്ക് കയറ്റുന്ന രംഗം കണ്ട ഓർമ്മയില്ല. ഇപ്പോഴും എന്റെ കണ്ണിൽ നിന്ന് മാറുന്നില്ല. പക്ഷെ എന്താണെന്ന് അറിയില്ല, ഈ അടുത്ത കുറച്ച് മാസങ്ങളായി നമ്മുടെ പള്ളിയിലേക്ക് ആളുകൾ വളരെ വിസമ്മതം. എന്താണെന്ന് അറിയില്ല, തിരക്കാണോ എന്താണെങ്കിലും അല്ലാണ്ട് ഒരു ചോദ്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കും. എല്ലാം നിങ്ങളുടെ തിരക്കൊന്നും ചെയ്യാനുള്ള സമയമായില്ലേ? ബിസിയാണോ? അവിടെ ചോദിക്കുകയാണ്. നിരന്തരമായ ബിസി, ആ ബിസി കൊണ്ട് നിങ്ങൾ ഇബാദത്തിൽ നിന്ന് പിന്തുകയാണോ? ബിസി പറഞ്ഞാൽ അവസാനം എന്തെങ്കിലും നിങ്ങളുടെ ആ കബർക്ക് പോകുമ്പോൾ അങ്ങനെയാണ് ബിസി എല്ലാം ചെയ്യും. അങ്ങനെയാണ് ഫ്രീ. അന്ന് ആ കബറിൽ കൊണ്ടുവന്നത് ഇവിടെ ഇറക്കി വെച്ച് മൂന്ന് കൈ വെച്ച് ആളുകൾ തിരിഞ്ഞു പോയി. പിന്നെ 3 നിൽക്കുന്നുണ്ടാവും. പേടി കുറച്ച് സ്മരണകൾ 40 കഴിഞ്ഞു. പിന്നെ 2 വന്നാൽ പിന്നെ നമുക്ക് ആ മണ്ണറയിൽ കിടന്നുകൊണ്ട് നമ്മളെ ഫ്രീ ആയില്ലേ? ഈ ഫ്രീ ആയ കാലഘട്ടത്തിൽ നമുക്ക് അനുഭവിക്കേണ്ട മൂല്യങ്ങളെ നമുക്ക് ഒരുപാട് സ്വർഗീയ ഭക്ഷണം കഴിക്കണ്ടേ, സ്വർഗീയ പാനീയം കുടിക്കണ്ടേ, സ്വർഗീയ വിരുന്നുകളിൽ നമുക്ക് രസിക്കണ്ടേ. അതിന് ഈ സമയത്ത്, ആ ഫ്രീ ആയ സമയത്ത് എന്തെങ്കിലും അനുഭവത്തെ കുറച്ച് ബിസിയായിട്ട് മാറ്റി വെച്ച് മതിയാവും. അതുകൊണ്ട് അതിന്റെ മൂല്യങ്ങളുടെ പറയാനുള്ള നമ്മുടെ സ്വലാത്ത്, നമ്മുടെ തഹ്ലീൽ മജ്‌ലിസ്, നമ്മുടെ ഖുർആൻ ക്ലാസ്, നമ്മുടെ മഹല്ലിന്റെ വിവിധ പ്രവർത്തനങ്ങളൊക്കെ സജീവമാക്കേണ്ടത് അത് എന്റെയോ കമ്മിറ്റിക്കാരുടെയോ ഈ പള്ളികളുടെ ആവശ്യം നമ്മൾ ഓരോരുത്തരും ആവശ്യമാണ്. കാരണം നമ്മളൊക്കെ ഖബറിലേക്ക് പോകാനുള്ളവരാണ്. നാളെ കാണുന്നില്ല, നാളെ മറ്റന്നാൾ കാണുന്നില്ല. നേരെ സലാം പറഞ്ഞ വിവരങ്ങളൊക്കെ ചോദിച്ച് നല്ല ഉഷാറായി സംസാരിച്ച് രാവിലെ മരിച്ചു ഒരു കാര്യമില്ല. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് തീർച്ചയായും പെട്ടെന്നുള്ള മരണം അത് ഖിയാമത്ത് നാളിലാണ്. അപ്പൊ നിങ്ങൾ നോക്കി പെട്ടെന്ന് ആളുകൾ മരണത്തിൽ പോകുന്നത് അത് ഖിയാമത്താണ് പറയാണ്. അതുകൊണ്ട് ആർക്കും ഇവിടെ ഗ്യാരണ്ടിയില്ല, ഒരാൾക്കും ഇവിടെ ഗ്യാരണ്ടിയില്ല. മനുഷ്യൻ ഗ്യാരണ്ടി കൊടുക്കുന്നവനാണ്, പക്ഷേ എത്ര ഗ്യാരണ്ടി എന്ന് പറയാൻ മനുഷ്യന് കഴിയില്ല. അപ്പൊ അതുകൊണ്ട് പ്രസംഗം പൂർത്തിയാകുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അതൊക്കെ അല്ലാഹുവിന്റെ കയ്യിലുള്ള കാര്യം. പക്ഷേ ഒരു മുഖ്യനായ മനുഷ്യനെ എപ്പോഴും മരണത്തെ സംബന്ധിച്ച് മരിക്കണമെന്ന ബോധത്തോടുകൂടി ആയിരിക്കണം ചിന്താഗതി. എപ്പോഴാണ് ഇപ്പൊ റെഡിയാണോ, ഞാൻ റെഡിയാണ് എന്നൊരു ആത്മീയമായ മനസ്സ് അല്ല. നമുക്ക് എന്താണുള്ളത്? സുബഹിക്കങ്ങൾ എഴുന്നേറ്റ് ഇശാബിന്റെ നിസ്കാരം മാത്രമായിട്ട് ഒന്നിനോട് ചിന്തിച്ചു നോക്കുന്നത് എന്താ നമ്മുടെ അവസ്ഥ? സുബഹിയമായ ജമാഅത്തുണ്ടോ? ഞാൻ അടക്കമുള്ള മോഹിനികളെ ചിന്തിക്കാൻ വേണ്ടി പറയാം. നമ്മുടെ ജമാഅത്ത് കിട്ടിയാൽ തന്നെ എന്താ നമ്മുടെ ജമാഅത്തിന്റെ അവസ്ഥ, നമ്മുടെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്താ? അല്ലാഹു തആല ചെയ്തു തരുന്ന നിഅമത്തുകൾ, ആ നിഅമത്തുകൾക്ക് 1000 കോടി ഒരു അംശം കൂടി നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയില്ല. ഖിയാമത്ത് വരെ സുജൂദിലായിരിക്കുക. അപ്പോ ഈ മഹാന്മാരൊക്കെ സ്വർഗത്തിൽ പോകണമെങ്കിൽ നമുക്കൊരു നാണമാണ് പറയുന്ന ഒരു സംഗതിയില്ല. എങ്ങനത്തെ മഹാന്മാരാണ്? മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ അല്ലാഹുവിനെ പേടിച്ച് എത്രയാണ് മുഅ്മിനീങ്ങളെ പൊതുഖജനാവിൽ നിന്ന് സുഗന്ധം വാരി കൊടുക്കുമ്പോൾ ഓർത്തുകൂട്ടിയിട്ടാണ് മഹാനവറുകൾ സുഗന്ധം കൊടുക്കുന്നത്. ഈ പൊതുഖജനാവിലെ സുഗന്ധത്തിൽ നിന്ന് ഞാൻ വിതരണം ചെയ്യുമ്പോൾ ഈ സുഗന്ധത്തിൽ നിന്ന് ഏതൊരു മനുഷ്യനും പ്രതീക്ഷിക്കുന്നത് അതിന്റെ സുഗന്ധമാണ്, അതിന്റെ രൂപമില്ല. അതുകൊണ്ട് ഈ സുഗന്ധം വിതരണം ചെയ്യുന്ന സമയത്ത് പൊതുഖജനാവിലെ പൊതുമുതലാവുന്ന ഈ വസ്തു ഞാൻ അതിന്റെ വാസന ആസ്വദിച്ചു കഴിഞ്ഞാൽ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഞാൻ അതിന് മറുപടി പറയേണ്ടി വരുന്നവരാണല്ലോ എന്ന് ചിന്തി
ശക്തിയായി കെട്ടിവെച്ചുകൊണ്ട് ആ സുഗന്ധം കോരിക്കൊടുത്തുകൊണ്ട് സ്വർഗത്തിന്റെ മുന്നണി പോരാളികളിൽ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് നിങ്ങൾക്ക് വാഴ്ന്നു ഉഷാറാണ്. ഞാനടക്കമുള്ള ഇപ്പോൾ നല്ല ഉഷാറാണ്. ഇതാണ് സ്വർഗത്തിലേക്ക് പോയ മഹാന്മാർ. നിങ്ങളൊന്ന് ആലോചിച്ചു, ഈ മഹാന്മാരെ പോലെ സ്വർഗത്തിലേക്ക് നാളെ ആകർത്തിക്ക് പോകുമ്പോൾ പഠിച്ചാലേ ഞാൻ പറയാൻ ഒരു കുറച്ച് നാളെ നമുക്ക് വേണമല്ലോ. സ്വർഗത്തിലേക്ക് പോയ മഹാന്മാർ ഇത്രയും വലിയ മഹാന്മാർ. ഈ മഹാന്മാരായ ആളുകളാണുള്ള സ്വർഗം ഒരുക്കിച്ചിട്ടുള്ളത്. ഇതിന്റെ അടുത്തല്ല, നാലപ്പതില്ല, 1000 പോലും എല്ലാവരും നമ്മൾ അർജനെ എനിക്കും പണം സ്വർഗം, എനിക്കും വല്ലാത്ത ജോലിയുണ്ട്. അപ്പൊ അള്ളാഹു തആല ചോദിക്കുക, ഇങ്ങനെയുള്ള ആളുകളാണ് സ്വർഗത്തിലുള്ളത്, നീ എന്താ ചെയ്തത്, എന്താ ജീവിതത്തിൽ ഒരുക്കി വെച്ചത് എന്ന് അള്ളാഹു തആല ചോദിച്ചാൽ അന്ന് ആ കോടതിയിൽ അള്ളാഹുവിന്റെ റസൂൽ ലോകത്തിൽ പോലും ശത്രുക്കളടക്കം കളവ് പറയില്ലെന്നല്ല, കളവാണെന്ന് സംശയം ജനിക്കുന്ന പദം പോലും ഇല്ലെന്ന് ഐക്യകണ്ടേ എന്ന ശത്രുക്കളടക്കം അംഗീകരിച്ച ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു. ആ അവസ്ഥയിലേക്ക് അള്ളാഹുവോട് പറയുകയാണ്, പഠിച്ചോനെ ഞാൻ സ്നേഹിച്ചവരാണ്, ഞാൻ എന്റെ മുത്തറസൂലുള്ളാഹിന്റെ സ്വലാത്തിനെ സ്നേഹിച്ചവനാണ്, ഞാൻ ഒന്നുമില്ലെങ്കിൽ പഠിച്ചോനെ ഈ കാലകാലം 5 മിനിറ്റ് നിസ്സാരം സ്നേഹിച്ചവനാണ്. അതുകൊണ്ടെങ്കിൽ പഠിച്ചോനെ എന്റെ അറിവുകൊണ്ട് ഈ മഹാന്മാർ കൊണ്ട് നമുക്കത്തോട് എന്ന് പറയാനുള്ള ഒരു മറുപടി സമയത്ത് എല്ലാവരും ചിന്തിക്കേണ്ട വിഷയം. എന്താ ആർക്കും ഗ്യാരണ്ടി? ഇപ്പൊ നോക്കിയാൽ 2 ദിവസം കൊണ്ട് നല്ല രാജാവാണ് മാറുമാറേണ്ട ആൾക്കാരുണ്ട്. 1000 എവിടെ കൊടുക്കണം? അടലാസിന്റെ അത് ഭൗതികമായി ഇതിനൊക്കെ മോഹിനികൾ ചിന്തിക്കേണ്ട വിഷയമാണ്. എല്ലാവരും തമാശകളൊക്കെ ഒരുപാട് തമാശകളാണ്. നാളെ വിമാനത്തിലാകുമ്പോൾ 500 നോട്ടിട്ട് മാറ്റി 400 എടുക്കുന്ന പോലീസിന്റെ കാരണം നമ്മൾ പ്രത്യേക സുപ്രഭാതത്തിൽ കണ്ടൊരു മാറ്റം അപ്പൊ അതാണ് ഞാൻ മനസ്സിലാക്കി തമാശയായിട്ട് വേണ്ട ചിന്തിക്കാൻ വേണ്ടി നല്ലതാണ്. നമ്മളെല്ലാവരും ഓരോരുത്തരും തീരുമാനിക്കാം. നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് നമ്മുടെ സാധാരണ അങ്ങനായ തങ്ങൾ അവരെ ബുക്ക് ചെയ്യാൻ വേണ്ടി അവരൊക്കെ അകലങ്ങളിൽ നിന്ന് വരുന്ന ഒരു നസീഹത്തൊന്ന് 5 മിനിറ്റ് കേൾക്കാൻ വേണ്ടി 5 മാസം 7 മാസം പോയി തങ്ങൾ എപ്പോഴാണ് ഡെയിലി 4 മാസം ഡെയിലി അത് 5 മാസത്തിനുണ്ടാവും. എപ്പോഴാണ് തങ്ങളുടെ സൗകര്യം അതൊക്കെ പറഞ്ഞ് അവർ 4-3 മാസങ്ങൾ മുമ്പ് നോട്ടീസ് അടിച്ച് അതിനുള്ള പ്രചരണങ്ങളൊക്കെ അവർ ചെയ്ത് എക്സ്പോർട്ടുകൾ വെച്ച് അതേപ്രകാരം എല്ലാ സംവിധാനങ്ങളും തയ്യാറെടുപ്പുകളും നടത്തി അവർ അവർക്ക് വേണ്ടി നമ്മുടെ മഹല്ലെ പ്രസിഡന്റായ ഒരുപാട് കാലം ആ തണലിലായി ജീവിക്കാൻ സൗഖ്യമായി